കാട്ടിലെ രാജാവ് സിംഹം എന്നിരിക്കലും. പണ്ടൊരു വനത്തിലെ ഒരു സിംഹം താൻ സ്വയം രാജാവാണ് എന്ന് ധരിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് മറ്റാരും അംഗീകരിച്ചില്ല ഇയാൾ രാജാവാണെന്ന്. എങ്കിലും സ്വന്തം ശക്തി, സ്വന്തം കായിക ബലം കൊണ്ട് താൻ ഇങ്ങനെ അഹങ്കരിച്ച് ധിക്കരിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു നാൾ കുറുക്കന്മാരുടെ ഒരു സമ്മേളനം, കുറുക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു ഒത്തുകൂടൽ നടത്തി. അപ്പോൾ അന്ന് അവിടെ ചർച്ചയായത് സിംഹത്തിൻ്റെ ഇറച്ചി ആരും കഴിച്ചിട്ടില്ല. ഇവിടെ ഒരുത്തനാണെങ്കിൽ അഹങ്കരിച്ച് ധിക്കരിച്ച് സകല ജീവജാലങ്ങളെ പിടിച്ച് തിന്ന് മതിച്ച് നടക്കുകയാണ്. എന്നാൽ ഒരുപാട് തരം ജീവജാലങ്ങളെ, പക്ഷികളെയും മറ്റ് മൃഗങ്ങളെയും കഴിച്ച് അങ്ങനെ പോഷിപ്പിച്ചിട്ടുള്ള ഈ സിംഹത്തിൻ്റെ ഇറച്ചിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെ ആയിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നു ഈ കുറുക്കന്മാരുടെ സമ്മേളനത്തിൽ. പക്ഷേ സിംഹത്തിന് ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? അതിനെ സമീപിക്കാൻ തന്നെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. മുഖാമുഖം നേരിട്ട് അതിനെ ഫൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിനെ പോർ വിളിക്കാനും പറ്റില്ല. അങ്ങനെ കുറുക്കന്മാരെല്ലാം കൂടി അത് ഉപേക്ഷിച്ചു. ഈ സിംഹത്തിൻ്റെ ഇറച്ചിയൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ കുറുക്കൻ പറഞ്ഞു, ഇല്ല, ഈ സിംഹത്തിൻ്റെ ഇറച്ചി നാം കഴിച്ചിരിക്കും. അപ്പോൾ മറ്റ് കുറുക്കന്മാർ പറഞ്ഞു, നിന്റെ ജീവൻ പോയി, സിംഹം നിന്നെ ആയിരിക്കും പിടിച്ച് തിന്നുന്നത്. അപ്പോൾ ഈ കുറുക്കൻ പറഞ്ഞു, ഇല്ല. അവൻ നിശ്ചയദാർഢ്യത്തോട് പറഞ്ഞു, ഈ ഇറച്ചി ഈ സിംഹത്തിൻ്റേത്, നാം സ്വാദിഷ്ടമായിട്ട് ഭക്ഷിച്ചിരിക്കും. അങ്ങനെ തീരുമാനിക്കപ്പെടുന്നു. അടുത്ത ദിവസം തന്നെ ഈ കുറുക്കൻ ഈ സിംഹത്തിന് വേണ്ടുന്ന ഒരു കെണി ഒരുക്കുന്നു. ആ സിംഹത്തിനോട് സമീപിക്കാൻ തന്നെ സിംഹം ഇവൻ്റെ മേലോട് ചാടി വീഴാൻ ശ്രമിക്കുമ്പോൾ കുറുക്കൻ പറഞ്ഞു, അങ്ങയെ രാജാവായിട്ട് വാഴിക്കുന്നൊരു ചടങ്ങ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാട്ടിലെ മറ്റൊരുപാട് ജീവജാലങ്ങളൊക്കെ വന്ന് താങ്കളെ അംഗീകരിക്കുകയാണ്. ആ ചടങ്ങിന് അങ്ങ് വരികയും ഈ രാജ പദവി സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ പൊങ്ങച്ചത്തിന് വീഴാത്തത് ആരും ഇല്ലല്ലോ. സിംഹമാണെങ്കിലും വീഴും. മനുഷ്യൻ മാത്രമല്ല പൊങ്ങച്ചത്തിന് വീഴുന്നത്, സിംഹവും വീഴും. അങ്ങനെ ഈ സിംഹം ഈ കുറുക്കനെ വിശ്വസിച്ച് നടന്നു വരികയാണ് രാജ പ്രൗഢിയോടുകൂടി. പക്ഷേ ഈ കുറുക്കൻ വരുന്ന വഴിക്ക് ഒരു ചെളിക്കുഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുറുക്കൻ സൂക്ഷിച്ച് നടന്നു വരികയും സൂക്ഷ്മമായിട്ട് തന്നെ ഈ സിംഹം ഈ ചെളിക്കുഴിയിൽ വീഴുകയും ചെയ്യുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അളവിൽ വീണ് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് മറ്റു കുറുക്കന്മാർ ചാടി ഈ സിംഹത്തിൻ്റെ മേളിൽ വീഴുകയും സിംഹത്തിനെ കൊല്ലുകയും സിംഹത്തിൻ്റെ ഇറച്ചി ഇവരെല്ലാം കഴിക്കുകയും ചെയ്തു എന്നൊരു കഥ. അതുകൊണ്ട് സിംഹം പോലും സുരക്ഷിതനല്ല എന്നതാണ് ഈ കഥയുടെ പൊരുൾ. പിന്നെയാണ് മനുഷ്യന് മറ്റ് ജീവജാലങ്ങൾ ഇവൻ്റെ കുറവാണ്, ഇവനിൽ നിന്ന് താഴ്ന്നതാണെന്ന ചിന്തയിൽ നടക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ മസ്തിഷ്കം ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെക്കാളും സങ്കല്പിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്ന് കരുതി അഹങ്കരിക്കാനും ധിക്കരിക്കാനും ഒന്നുമില്ല എന്നതാണ് ഈ കഥയുടെ തെളിവ്. അഹങ്കാര മൂഢാത്മാക്കൾ എന്ന് പണ്ടേ ഗുരുക്കന്മാർ പറഞ്ഞത് ഈ കഥയെ ഒരു ഉദാഹരണമാകുന്നു, തെളിവാകുന്നു. അതുകൊണ്ട് താൻ സ്വയം ഒരു സിംഹമാണെന്ന് കരുതുകയും വേണ്ട, താൻ സ്വയം ഒരു രാജാവാണ് എന്ന് കരുതുകയും വേണ്ട. എല്ലാവരെയും തുല്യമായിട്ട് കണ്ട് മതിപ്പോടുകൂടി ജീവിക്കൂ എന്നാണ് ഈ കഥയുടെ പൊരുൾ. എന്തായാലും നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, ധ്യാനം, സംഗീതം, അറിവ്, സുഗന്ധം എന്നിവ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഉക്കുലേലെ ധ്യാനങ്ങൾ. അത് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തിലുണ്ട്. ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റായിട്ട്. ഇവിടെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും ഫാമിലി കൗൺസിലിങ്ങും ചൈൽഡ് സൈക്കോളജിയും ഒക്കെ ഉണ്ട്. വരിക. 9605743596 എൻ്റെ നമ്പർ. അതുകൊണ്ട് സിംഹമാണെന്ന് സ്വയം കരുതി ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴണ്ട. അറിവാണ് ഇതിനൊക്കെ അപ്പുറം. അതുകൊണ്ട് കുറുക്കന്മാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചെളിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക എന്നാണ് ഈ കഥയുടെ സന്ദേശം. വരിക, നിൽക്കാം.